ഒരിക്കൽ കൂടി ലൈഫ് വിഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്ര മോദി കരുത്തനും മിടുക്കനുമായ ഒരു മന്ത്രി എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഫ്രാൻസിൽ ഒരു പത്രസമ്മേളനത്തിൽ പ്രസ്താവിച്ചത്. ഈ ഡൊണാൾഡ് ട്രംപ് ഓരോ സമയത്തും ഈ വാക്കുകൾ മാറ്റിപ്പറയും, പ്രഖ്യാപനങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും. ഇത് അദ്ദേഹത്തിൻ്റെ സ്ഥിരം ഒരു പല്ലവിയാണ്. ഇപ്പോൾ ഇന്ത്യയെ നല്ല രീതിയിൽ പ്രശംസിക്കുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും. എന്നാൽ ഈ ട്രംപ് ഇന്ത്യക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് എല്ലാവർക്കും അറിയാം. മാക്സിമം നികുതി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് കൂട്ടിയിട്ടാണ് ഇന്ത്യക്കാരെ ഉപദ്രവിക്കാൻ, നമ്മുടെ ബിസിനസ്സിനെ ഡിസ്റ്റർബ് ചെയ്യാനും ശ്രമിച്ചത്. അതിൻ്റെ ഫൈനൽ അത് കുറയ്ക്കുമെന്നൊക്കെ പറയുന്നു. ഇതുവരെയും അത് പ്രാബല്യത്തിലായില്ല. കാത്തിരുന്ന് കാണാം. മറ്റുള്ളൊരു തമാശ, ഈ ഇറ്റാലിയൻ മിലോനി, അവിടുത്തെ പ്രധാനമന്ത്രി, ട്രംപുമായി കുറച്ച് അകൽച്ചയാണ്. കാരണം ഇറാൻ യുദ്ധകാലത്ത് അമേരിക്കൻ വിമാനങ്ങൾക്ക് ഇറ്റാലിയൻ എയർപോർട്ട് ഉപയോഗിക്കാനുള്ള ട്രംപിൻ്റെ റിക്വസ്റ്റ് മിലോനി ഉപേക്ഷിക്കുകയായിരുന്നു. അതിനുള്ള പെർമിഷൻ കൊടുത്തില്ല. അന്നു മുതൽ മിലോനിയും ട്രംപും അത്ര നല്ല ടൈമിലല്ല. അതിന് പകരം ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി പല തവണ ആഗ്രഹിച്ചെങ്കിലും ഞാൻ അതിന് വിസമ്മതിച്ചു. എനിക്കിഷ്ടമില്ല. ഒരു വലിയൊരു രാജ്യത്തിൻ്റെ ഒരു പ്രമാണി പറയുന്ന ഭാഷകളാണ് വെറും ബാലിശ്യമായ ഒരു കാര്യങ്ങൾ. ഇദ്ദേഹത്തിന് ഓരോ സമയത്തും ഓരോ രീതിയിലുള്ള മാറ്റങ്ങളാണ്. ഓരോ സമയത്തും ഓരോന്ന് പറയുമ്പോഴും അതിന് ജസ്റ്റ് ഘടകവിരുദ്ധമായി മറ്റൊരു പ്രഖ്യാപനം നടത്തും. അപ്പോൾ ശരിക്കു പറഞ്ഞാൽ ഇദ്ദേഹത്തെ കൊണ്ട് ബുദ്ധിമുട്ടുന്നത് ലോകത്തുള്ളവർക്കാൾ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം ജനതയായ അമേരിക്കൻസ് തന്നെയാണ്. ശരിക്കു പറഞ്ഞാൽ അവിടെ ഇപ്പോൾ കോസ്റ്റ് ഓഫ് ലിവിങ് കുറച്ച് കൂടുതലാണ്. ഈവൻ പെട്രോൾ, ഗ്യാസ് അവയ്ക്കും വില കൂടുന്നു. അൺഎംപ്ലോയ്മെൻറ്റ് പ്രോബ്ലം ഒത്തിരി അമേരിക്കയിൽ ഉണ്ടാകുന്നുണ്ട്. ഇതിൻ്റെ പ്രധാന കാരണം ഈ ട്രംപിൻ്റെ പലവിധ പ്രഖ്യാപനങ്ങളും പല രീതിയിൽ അമേരിക്കയെ ബാധിച്ചിരിക്കുകയാണ്. രണ്ടാമത്, അമേരിക്കയിൽ വർക്ക് ചെയ്യുന്ന പലർക്കും അവരുടെ ജോലിയിൽ ആശങ്കകളുണ്ട്. ഇദ്ദേഹത്തിന് ഏറ്റവും വില കുറഞ്ഞ ഒരു കാര്യമാണ്, നമുക്കെല്ലാം അറിയാം. ഇപ്പോൾ ഇന്നലെ വീണ്ടും കേട്ടു, ഹോർമൂസ് കടലിടുക്ക് അടച്ചു കഴിഞ്ഞു. വീണ്ടും ഇറാൻ പറഞ്ഞിരിക്കുന്നു. പക്ഷേ അതിനെപ്പറ്റി പത്രക്കാർ ഫ്രാൻസിൽ ട്രംപിനോട് ചോദിച്ചപ്പോൾ എനിക്ക് അതിനെപ്പറ്റി അറിഞ്ഞില്ല, അങ്ങനെ അവർ അടച്ചിട്ടതായി അറിവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ യാതൊരു സ്ഥിരതയുമില്ലാത്തുള്ള പ്രഖ്യാപനങ്ങളും പെരുമാറ്റങ്ങളുമാണ് ഇന്ന് അമേരിക്കൻ പ്രസിഡന്റിൽ നിന്ന് മറ്റുള്ള ലോകത്തിലെ ജനങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും ഈ പ്രായം ചെന്ന ഇദ്ദേഹം 80 കഴിഞ്ഞു. ഐ തിങ്ക് ഏതാണ്ട് 81 കഴിഞ്ഞു എന്നാണ് എൻ്റെ അറിവ്. എന്തായാലും 80 മുകളിലുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രായത്തിനനുസരിച്ച് പല ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നു. ശരിക്ക് ഫിസിക്കലി ഇദ്ദേഹത്തിന് പല ബുദ്ധിമുട്ടുകളും ഉണ്ടെന്നുള്ള ഇതിൻ്റെ വ്യക്തതയാണ് ഈ ഓരോ സമയത്തും അഭിപ്രായങ്ങൾ മാറ്റി
പറയുക എന്നത്. ഇപ്പോഴും ഒരു വലിയ കുഴപ്പമില്ലാതെ ലോകം മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴായിരുന്നു ഇസ്രയേലുമായി ചേർന്ന് ഇസ്രയേലിന് മുമ്പേ ഇറാഖിനെ ഇപ്പോൾ പാഠം പഠിപ്പിക്കും എന്നുള്ള ഒരു പ്രഖ്യാപനം നടത്തി യുദ്ധത്തിന് പുറപ്പെട്ടു. അവസാനം എന്ത് പറ്റി? ഒന്നും ആയില്ല. കുറേ നഷ്ടങ്ങളും കുറേ ബുദ്ധിമുട്ടുകളും വരുത്തി വെച്ചു. അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. അതൊരു തുടർക്കഥയായി തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ട്രംപിന് എന്തും തുടങ്ങി വയ്ക്കാൻ വളരെ എളുപ്പമാണ്, പക്ഷെ നിർത്താൻ ട്രംപിനെ കൊണ്ട് സാധിച്ചില്ല. അത് പരാജയം ഏറ്റുവാങ്ങി തന്നെ ആയിരിക്കും എല്ലാ ഭാഗത്തു നിന്നും ഇദ്ദേഹം പിൻവാങ്ങുന്നത്. എന്തായിരുന്നാലും നമുക്കൊന്ന് ആശ്വസിക്കാം. അതായത് മിടുക്കനും കരുത്തനുമാണ് ശ്രീ നരേന്ദ്രമോദി എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. സന്തോഷമുള്ള കാര്യം. അതിനിപ്പോൾ ട്രംപിൻ്റെ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ തന്നെ എല്ലാവർക്കും അറിയാമെന്നുള്ളൊരു സത്യമാണ്. കാത്തിരുന്ന് കാണാം. ഇനിയെങ്കിലും ഈ ബാലിശമായ പ്രഖ്യാപനങ്ങൾ മോദിയിൽ നിന്നും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം. ഇനി ഇദ്ദേഹത്തിൽ നിന്ന് പല വിചിത്രമായ അഭിപ്രായങ്ങളും നമുക്ക് കേൾക്കേണ്ടി വരാം. അത് സ്വാഭാവികമാണ്. അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കാം. എന്തായിരുന്നാലും മിലോനി അദ്ദേഹത്തിനോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കാനുള്ള അവസരത്തിനായി പല സന്ദർഭങ്ങളിൽ ശ്രമിച്ചെങ്കിലും അതിനുള്ള സാഹചര്യം അങ്ങനെ കൊടുത്തില്ല, ഇനി കൊടുക്കുന്നുമില്ല എന്നാണ് അദ്ദേഹം പ്രസ് കോൺഫറൻസിൽ പറഞ്ഞത്. എന്നാൽ ഇങ്ങനെയുള്ളൊരു ശ്രമം മിലോനി നടത്തിയില്ലെന്നാണ് ഇറ്റാലിയൻ പ്രധാനമന്ത്രി പറഞ്ഞത്. എന്തോ നടക്കട്ടെ, കാത്തിരുന്ന് കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഞാൻ GK കുമ്പക്കാരൻ. താങ്ക് യു.